ഇതാണ് ഹെവനിലെ വാട്ടർ അല്ലേ? തണുപ്പുണ്ടോടാ? എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? എക്സ്പ്രഷൻ നല്ല സുഖമുണ്ട്. മുങ്ങ മുങ്ങ മുങ്ങിയില്ല ചിലര് കളികൾ. Hi friends, welcome back to our channel. This is only M&M Creations and Mega Sabu and Midun Joseph. എന്താണ് എല്ലാരും ബാക്കോട്ട് പോണത്? എന്താണ് വലിഞ്ഞു പോണത്? എന്താണ്? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇത് മറ്റ് വീഡിയോസൊക്കെ ചെയ്യാണ്ടിരുന്നത് എന്താ പറയുക, ഓരോ ബിസി അതുതൊക്കെ ആയിട്ടാണ്. എനിവേ, ഇന്നത്തെ വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ്. ബാക്കിൽ നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കളബില സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്, ഒരു 1 ഡേ ട്രിപ്പ് നമ്മൾ പോവുകയാണ്. വൺ ഓഫ് ദി ഫേമസ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള സ്കോട്ട്ലാൻഡിലെ ഒരു ഹൈലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗ്ലെൻകോ ഇസ് എന്താ പറയുക, ഒരു ഹെവൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ നമ്മൾ അവിടെ പോയിട്ടില്ല. പിന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക ഹൈലാൻഡ്സുകളും നമുക്കറിയാം, കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. കൈൻഡ് ഓഫ് ആ ഒരു എന്താ പറയുക, മലകളും താഴ്വാരങ്ങളും പുഴകളും അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലെൻകോയിൽ പോവാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ഒരു ഹായ് പറയൂ. ഇത് അനിത്ത്, അഖില, നിമ്മിനെ പിന്നെ അറിയാം, അഗു. ഒരു തവണ ഇൻട്രോ എടുത്തതായിരുന്നു നേരത്തെ. അപ്പോൾ എന്തിനാ പിന്നെ എടുക്കണം എന്ന് ചോദിച്ചതാണ്. അപ്പോൾ നേരത്തെ ഇൻട്രോ എടുത്തത് സെറ്റായില്ല. അപ്പോൾ രണ്ടാമത്തെ ഇൻട്രോ ആണ്. അപ്പോൾ അഗസ്റ്റിൻ സെറ്റാണ്. നമ്മുടെ സ്വീറ്റി ഉണ്ട്. ഹലോ ഹാപ്പി. അഖിലേനെ കണ്ടിട്ടില്ല. ഇത് പിന്നെ കൊറേ തവണ തന്നെ ഉണ്ട്. കുഞ്ഞവരെ ആയി അയ്യാ ഹാപ്പി എന്ന് പറ. കൊക്കമ്മ കാണിച്ചു കൊടുക്ക്. ഇതാണ് ഞങ്ങളുടെ കൊക്കമ്മ. പാട്ട് പാടുവോ? പാട്ട് പാടിക്കേ. ചിരിക്കുന്നു. അത് പാട്ടും പാടും കേട്ടോ. നൈറ്റ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലെൻകോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പെർത്തിൽ നിന്നും യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ വഴിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിതാണ്ട് NHSൻ്റെ കാർ പാർക്കിൽ നിന്നും നമ്മൾ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ താണ്ടേ ഓക്കെ, അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. കാഴ്ചകൾ കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ പോകുന്നത് ശരിക്കും സ്വർഗത്തിലെ വഴിയിലൂടെയാണ്. അത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല. അത് നേരിട്ട് കാണണം. സ്കോട്ട്ലാൻഡിലുള്ളവർ അഥവാ UK സ്കോട്ട്ലാൻഡിൽ എത്തിപ്പെടാൻ സാധിക്കുന്നവർ ഉറപ്പായിട്ടും വൺസ് നിങ്ങൾക്ക് എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റുകയാണ് സ്കോട്ട്ലാൻഡ് വരാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ് ഗ്ലെൻകോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മൗണ്ടൈൻസും അതുപോലെ തന്നെ താഴ്വാരങ്ങളും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് എഫക്റ്റ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത്. അവിടേക്ക് പോകുന്ന ഓരോ വഴികളും ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ക്രീഫ് എന്ന് പറയുന്ന വഴിയാണ് പോകേണ്ടത്. എനിവേ, എന്താണെങ്കിലും എവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നോ, എവിടെ നമ്മൾ എത്തി അവസാനിക്കുന്നോ അവിടം വരെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. നിങ്ങൾക്കത് മുന്നോട്ട് ഓരോ വീഡിയോസും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ ചിരികളും ഓരോ എക്സ്പ്രഷൻസും ശരിക്കും അത് നേരിട്ട് കാണുന്നതിൻ്റെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ബ്യൂട്ടിയാണ് ഈ ഗ്ലെൻകോ അഥവാ സ്കോട്ട്ലാൻഡ്.
ഞാനിപ്പോ ചവിട്ടിക്ക് കണ്ടിട്ട് പോണോ? ഒരു രക്ഷയില്ലാത്ത ഒരു ഹെവനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അടിപൊളി ബ്യൂട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും പറ്റുന്നില്ല. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണ് കാണുമെന്നറിയോ? നിങ്ങൾ എൻ്റെ മുഖം കണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട് കാണിക്കാം. ഇതാണ് ഹെവൻ. ദിസ് ഈസ് ദ ഹെവൻ. എന്ത് ഭംഗിയാ കാണാന്നറിയാവോ? ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. വലിയ തണുപ്പില്ല കേട്ടോ. ഇത് കണ്ടാ? എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. എന്തോരം ബോട്ടുകളാണെന്നറിയാവോ? ഞാൻ ഈ പറയുന്ന രീതികൾ നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു പോവും, അത്രയും ബ്യൂട്ടി. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇത് നമ്മൾ ഗ്ലെൻകോയിൽ ഇവിടെ നോക്കി. ഇതിന്റെ മണ്ടയിൽ അവിടെ റെയിൽവേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം അല്ലേ? ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇതൊക്കെയാണ് ഹെവൻ. ആണോ? അടിപൊളി, നൈസ്. താഴേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. കുറച്ച് പേര് ഇവിടെ ഫോൾഡിങ് ചെയറൊക്കെ വെച്ച് മീനൊക്കെ പിടിക്കുന്നുണ്ട്. വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ വാട്ടർ. ആ സത്യം പറഞ്ഞ വെള്ളം കണ്ടിട്ട് ചാടാൻ തോന്നുന്നു. ആ മേഘമൊക്കെ ഇറങ്ങി കിടക്കുന്ന കാണാൻ ഇന്ന രസമല്ലേ. താറാവൊക്കെ ദാണ്ട് ഇങ്ങനെ നീന്തി കളിച്ച് നടക്കുന്നു. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. വെള്ളം കണ്ടോ നിങ്ങൾ? എന്നാ ക്ലിയർ വാട്ടർ ആണെന്നറിയോ? അങ്ങനെ ഇതാണ്ട് നമ്മൾ ഗ്ലെൻകോയിൽ എത്തിയിരിക്കുകയാണ്. വന്ന വഴികളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ, ഒന്നും പറയാനില്ല. ശരിക്കും എന്താ പറയുക, ഓരോ സ്ഥലങ്ങളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫേസാണ്. പിന്നെ എന്താ പറയുക, വലിയ തണുപ്പില്ല. ഇപ്പം ചെറിയൊരു കാറ്റടിച്ചപ്പോൾ ചെറിയൊരു തണുപ്പ് തോന്നിട്ട്, പക്ഷേ എൻ്റർലി തണുപ്പ് നല്ല കുറവാണ്. അങ്ങനെ
അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പാർക്കിങ്ങിൽ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പം എന്താ പറയുക, വീഡിയോ ഒക്കെ എടുക്കുമ്പം ക്യാമറയിലേക്ക് നോക്കണോ അല്ലെങ്കിൽ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതുപോലത്തെ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടേയില്ല. ഗ്ലെൻഷിയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ എന്താ പറയുക, വെരി ബ്യൂട്ടിഫുൾ. നമ്മളിതാണ്ട് മാപ്പൊക്കെ നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ശരി കേട്ടോ, ഇതാട്ടോ സ്ഥലം. നമ്മൾ റീല് കണ്ട സ്ഥലമാണിത്. അപ്പം അവിടെ പോവാനാണ് നമ്മൾ ഈ തപ്പിക്കൊണ്ടിരിക്കണേ. നല്ല മധുരമുണ്ട് കേട്ടോ. ഇത് കളറാ വണ്ട് നോക്കണേ. ഇത് കണ്ട, അടിപൊളി സാധനം, ഫ്രഷ് സാധനം. മധുരമുണ്ട്. സമയം എത്ര മണി? 2 മണിയാ. 2 മണിയാവാൻ ഇനി 10 മിനിറ്റും കൂടി ഉള്ളൂ. ഇതുവരെ ആയിട്ട് ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഫ്രണ്ട്സ്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ആ ലോക്കിന് ചുറ്റും നമുക്ക് ഒരു എന്താ പറയുക, അധികം ആഴമില്ലാത്ത വെള്ളത്തിൻ്റെ ഭാഗം, പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു പരന്ന ഭാഗം, നമുക്ക് ടെൻ്റ് അടിക്കാൻ പാകത്തിനുള്ള സ്ഥലം കിട്ടണമല്ലോ. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് വെള്ളമുള്ള സ്ഥലമെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ഇപ്പോൾ മൈൻഡിൽ. കാരണം വിശന്നിട്ട് ഒരു രക്ഷയില്ല. രാവിലെ ഒരു റാപ്പ് കഴിച്ചിട്ട് ഇറങ്ങി ഞങ്ങൾ. ഓരോരുത്തരും ഓരോന്ന് ഈ നമ്മളെവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നില്ല. അത് കാരണം അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും. മണ്ടേ ഒരു ബ്രിഡ്ജ് കണ്ട, ആ ബ്രിഡ്ജ് വഴി ഇങ്ങനെ കയറി ഇറങ്ങി വന്നതാണ് നമ്മൾ. ഭയങ്കര ഗാഢമായിട്ടുള്ള ചർച്ചയാണ്. നിങ്ങൾ കണ്ടുപിടിച്ചാ? നമുക്കെന്നാ ഇങ്ങോട്ട് തന്നെ പോയി നോക്കാം. ആ ലൊക്കേഷൻ ഇതാണോ? ഇവിടെ പോണോ? ഒരു ഊഹമച്ചത്ത് നമുക്ക് അതിനിടയ്ക്ക് കയറുന്നിടത്ത് ഞങ്ങൾ പോവാണ്. ചേച്ചിക്ക് സങ്കടം. ബൈ പറയൂ കുഞ്ഞൊരു ബൈ പറയൂ. ബൈ പറയൂ. അപ്പം നമ്മളിനി വണ്ടിയിലേക്ക് കയറാൻ പോകണം. അങ്ങനെ ഇതാണ്ട് നമ്മളൊരു സ്ഥലത്തൊരു വ്യൂ പോയിന്റ്, ഗ്ലെൻകോ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സ്ഥലം കേട്ടോ. എനിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം, പക്ഷേ ടെൻ്റ് അടിക്കാനുള്ളൊരു സൗകര്യം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാമെന്ന് പറയാം. ഇപ്പം നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫുഡാണ് നമ്മുടെ മെയിൻ. അതിലെ വഴിയുണ്ട്, ഇതിലേയും വഴിയുണ്ട്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ഐ തിങ്ക് അവർ തന്നെ വരുന്നു, വണ്ടിയിൽ വരുന്നുണ്ട്. നമ്മളിങ്ങനെ കുറച്ച് ദൂരം മുന്നിൽ പോകുന്ന ആളുകൾ കുറച്ച് നേരം അവിടെ നിൽക്കും. അവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ ബാക്കിലുള്ള ആൾ ഇങ്ങനെയൊക്കെയാണ് ലൊക്കേഷൻ ഇങ്ങനെ ഹണ്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അവരും എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലേക്ക് നോക്കാം. ഇത് സക്സസ് ആയാൽ മതിയായിരുന്നു. അടിപൊളി സ്ഥലമാണ് തന്നെ. എൻ്റെ ബാക്കിൽ ഇങ്ങനൊരു മലനിരകളാണ്. അതിന് താഴ്വാരത്തൊരു ലോക്ക്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഗ്രിൽ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, പറ്റും. പക്ഷേ ടെൻ്റടിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കി എടുക്കണം. പറ്റുമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യില്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് പോകാമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ? അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൽ വ്യൂ കാണിച്ചു തരട്ടെ. കണ്ടാ, ചോറ്, ചിക്കൻ, പോർക്ക്, ബീഫ്, ഫിഷ്, ക്യാബേജ്, മോരുകറി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചമ്മന്തി ഉണ്ട്. ഉണ്ടോ ഫുഡ് എടുക്കണുണ്ടോ? അപ്പം ഞങ്ങളിവിടെ ചില്ല് ചെയ്തോണ്ട് ഫുഡ് കഴിക്കാണ്.
ഓക്കെ, അപ്പം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇനി വെയിറ്റ് ചെയ്യാനുള്ള വയറിനുള്ള ആ ഒരു ക്ഷമ പോയിരിക്കുകയാണ്. മനസ്സും വയറും. ഫുഡിൻ്റെ അവസാന ഘട്ടം സ്വീറ്റി തീർത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു പോയ കൊച്ചു ഞാൻ തിന്നിട്ട് മര്യാദക്ക് കണ്ടാ, ഫിഷ്, ചമ്മന്തി, മോരുകറി ഒഴിച്ച് ചോറ്, അച്ചാറ്. അടിപൊളി കോമ്പിനേഷൻ. നിങ്ങൾ നേരത്തെ കണ്ട പാത്രങ്ങളിൽ ഒന്നുമല്ല, ഇത് കാലിയായ പാത്രങ്ങളാണ്. ചോറ് മാത്രമുണ്ട്. പല കവറിലാക്കിയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ദാണ്ടേ ചായ അത് നിർബന്ധമാണല്ലോ. ചായ ചായ തിളയ്ക്കുന്നു. ഇതെല്ലാവർക്കും കൂടെ കൊള്ളുവോ? ഇതെല്ലാരും കുറച്ച് കുറച്ചല്ലേ കുടിക്കുള്ളൂ. അങ്ങനെ ഒരു ഫാമിലിക്ക് ഒരു ഗ്ലാസ്. ഇപ്പൊ നമ്മൾ ദാണ്ടേ ഇവിടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ അനിത്തിന് കൊടുക്കാൻ പോവുകയാണ്. അല്ല അല്ല അതിന് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. നമ്മള് വലിയ കേക്ക് മേടിച്ചു കഴിഞ്ഞാല് നമ്മൾ ആരും കഴിക്കില്ല. ലിസൺ, നമ്മളെ വലിയ കേക്ക് മേടിച്ചാൽ ആരും കഴിക്കില്ല. പൊതുവെ ഉള്ളൊരു സ്വഭാവമാണത്. അപ്പം കത്തിയില്ല. അവന്റെ മുഖം കത്തി ഉണ്ടോ? ഇത് നീ കത്തിച്ചിട്ട് ഊതുന്ന വരെ എടുത്താൽ മതി. ബാക്കി നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ എത്ര കത്തിച്ചാലും അത് കെട്ടുപോകും. Happy birthday to you. Happy birthday dear Anit. Happy birthday to you. ഇത് കാണുന്നവർ വിചാരിക്കും ഒരു മനുഷ്യനെ നിർത്തി അപമാനിക്കുന്നതാണുള്ളത്. ഒട്ടുമല്ല, ഇത് ഞങ്ങളുടെ സ്നേഹമാണ്. അത്രേ ഉള്ളൂ. ഇതാണ് കേക്ക്. വലിയ കേക്കായിട്ട് തോന്നും. അത് കേട്ടു നാട്ടുകാർ കേട്ടു. നല്ല കാര്യങ്ങളൊന്നും ഞങ്ങള് മ്യൂട്ടാക്കില്ല. അങ്ങനെ കഴിച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂ. ഇനി ഇവിടെ ഒരു പീസ് കൊടുക്കൂ. കല്യാണം കഴിഞ്ഞേ. കിട്ടാത്തവർ ഇവിടെ വരിക. ഇതിനകത്തുണ്ട്. നല്ല കേക്കാണല്ലോ. നല്ല കേക്കാം. നല്ല കേക്കല്ലേ? അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ദാണ്ടേ സാധനങ്ങളൊക്കെ ആയിട്ട് ചെറുതിന് വെള്ളത്തിലിറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കാം. അപ്പം നമ്മളൊരു വാട്ടർഫോൾ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഫുഡ് റെഡി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നത് 3 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഗ്ലെൻകോയിൽ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ്. ഇറ്റ്സ് ലൈക്ക് എ മൗണ്ടെയിൻ. എല്ലായിടത്തും മൗണ്ടെയിൻസ് തന്നെയാണ്, പക്ഷേ വാട്ടർഫോളുമായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസാണ്. 3 സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പം അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോൾ ഒരു 3 തട്ടായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരും. 3 പാറക്കല്ലിൽ ഇങ്ങനെ ഇടിച്ച് വെള്ളം ഒഴുകി വരുന്ന ഒരു പിക്ചർ. ആ പിക്ചർ ഞാൻ ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യാം.
അപ്പം അതുകൊണ്ടായിരിക്കാം മേ ബി അതിനെ 3 sisters എന്ന് വിളിക്കുന്നത് എന്ന് എൻ്റെ മൈൻഡ് പറയുന്നു. എനിവേ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണണ്ടേ എന്താ ലുക്ക്. ഇതിന്റെ പേരെന്താ? 3 sisters ഗ്ലെൻകോ വാട്ടർഫാൾ. 3 sisters. Meet of 3 waters. 3 sisters എന്നല്ലേ ഇപ്പൊ പറഞ്ഞത് വ്യൂ പോയിന്റ്. ഞാനിവിടെ മെൻഷൻ ചെയ്യാം എന്താണ് ഈ വാട്ടർഫോളിന്റെ പേര്. ഈ സംഗതി ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് ഞങ്ങള് അങ്ങോട്ടേക്ക് പോകുന്നത്. എല്ലാവരും ഇതാണ്ട് വെള്ളത്തിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. എന്താവും അവിടെ ചെന്നിട്ടെന്ന് അറിയില്ല. എനിക്ക് തണുത്തിന് ജാക്കറ്റ് എടുത്തിട്ടു. ഇപ്പൊ ഇച്ചിരി തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. വെള്ളമില്ലേ എന്റെ അമ്മേ? താഴെ അത് നോക്കിയപ്പോ കുറച്ച് വെള്ളം ഇവിടെ വണ്ടിയിൽ വരുന്ന കാണുന്നുണ്ട്. നമ്മൾ ഈ മല മുഴുവൻ കയറി ഇവിടെ വെള്ളം കണ്ടിരിക്കുകയാണ്. എന്താണ് വെള്ളത്തിന്റെ അവസ്ഥ എന്ന് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. കുറേ നാളെ ഈ മലയും കുന്നൊക്കെ കയറിയിട്ട് അത് കാരണം നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ ഈ വെള്ളം കാണാൻ. നോക്കി, വെള്ളം കുറവാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടത്ര ഒരു വെള്ളം എന്ന് പറയാനില്ല. ഇവിടെ എല്ലാം വെള്ളം വീഴുന്ന ഭാഗമാണോന്ന്? ചതുപ്പാണ്. ഓക്കെ, ഞാനിങ്ങനെ കാലിങ്ങനെ വെക്കുന്നോർത്ത് ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞു കണ്ട വെള്ളം കണ്ട. ഇതിലൂടെ എല്ലാം വെള്ളം ഒഴുകുന്നതാ. അവിടെയൊക്കെ കല്ല് കിടക്കുന്ന കാണാം. എൻ്റെ അമ്മ, എൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ച കണ്ടോ നിങ്ങൾ? അവിശ്വസനീയം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര തവണ നിങ്ങളെ സൂചിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ ഹെവൻ. ഇത് സ്വർഗം എന്ന് അവിടുന്ന് എന്നെ വിളിച്ച് പറയുന്നുണ്ട്. എന്താന്നുള്ളത് നമുക്ക് നേരിട്ട് പോയി കാണാം. Let me see. Oh my god. What's this? I think it's calling heaven. ഇതില് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. Oh my god. വെള്ളത്തിന് തണുപ്പുണ്ടോ? Oh god. അത് ശരിയാ. മേഘ സീറ്റിന്ന് വിളിച്ചോക്കി. ഒറ്റ മിനിറ്റ്. ദേ പോന്നു. ഇതാണ് ഹെവൻ. ഹെവൻ ഹെവൻ ഹെവൻ. എടി ഇതൊന്ന് ഇവിടെ അങ്ങോട്ടേക്ക് എടുക്ക്. വെള്ളത്തിലല്ലേ? വെള്ളത്തിലല്ലേ? ദാണ്ട് തണുപ്പുണ്ടോടാ? പിന്നെ മരവിച്ചിട്ട് എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ദൈവമേ, എൻ്റെ കൈയും കാലിൻ്റെ അവസ്ഥ മിക്കവാറും തീരുമാനമാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താവും എനിക്കറിയില്ല. ഈ സൈഡ് നോക്കാവേ. എനിക്ക് വാട്ടർഫോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയേ, അങ്ങോട്ടേക്ക് വെള്ളം കുറവ് വരും. ഓ അടിപൊളി. എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? എക്സ്പ്രഷൻ നല്ല സുഖമുണ്ട്. നിമ്മി പിന്നെ വെള്ളത്തില് ഞാൻ ഓക്കെ ആയി. കുഞ്ഞ 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 ഓ കുഞ്ഞ എന്താണ് നന്നായിട്ട് അടി കൂടെ നീന്തരുത് കേട്ടോ, പനി പിടിക്കും. നീ അടുത്ത ആളെ ഇറങ്ങുമോ? എക്സ്പ്രഷൻ കണ്ടേ, നിനക്ക് ഇറങ്ങണ്ടേ? തണുക്കുവോ? മേഘ ചേച്ചി കാല് മാത്രം മുക്കിത്തരാം കേട്ടോ. മടിയിലിരുന്നോ, മടിയിലിരുന്നോ, വീഴത്തില്ല. അടി മടിയിരുന്നു. അടിപൊളി. അനിത പയ്യ ഇറങ്ങണേ, വീടല്ലേ. ആ മുഖം നോക്കട്ടെ, മുഖം നോക്കട്ടെ. നീ ചാടുന്നില്ലേ? അയ്യോ എന്നെ കൊച്ചു പോയിക്കേ. രക്ഷയില്ല.
മുങ്ങ മുങ്ങിയില്ല ചിലര് കളികൾ. എൻ്റെ മുഖത്തെ മേക്കപ്പും കാര്യങ്ങളും കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. കുറേ നാളായി തണുത്ത വെള്ളത്തിൽ ഇവിടുത്തെ പുഴയിൽ അരുവിയൊക്കെ കാണുമ്പോൾ കുളിക്കണം എന്നൊരു ആഗ്രഹമുള്ളത്. ആ ഒരു ആഗ്രഹം തീർന്നു കിട്ടി. തണുപ്പെന്നൊന്നും പറഞ്ഞാൽ പോരാ, ഫ്രീസായിരുന്നു. ആദ്യത്തെ ആ ഒരു ഒറ്റ ഇറക്കം ഭയങ്കരമായിട്ട് തണുപ്പായിരുന്നു. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ ഭയങ്കര തണുപ്പായപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സൊക്കെ ഇത് കൂളാക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിയപ്പോൾ കുറേ നേരം വെള്ളത്തിലങ്ങ് നിന്നു. അപ്പോൾ എല്ലാരും ആൽക്കഹോളിക് ഇതെല്ലാം കുടിയന്മാര് കുടിച്ചുകളുമാണ് എല്ലാം. എന്താണ് അതെ, നമ്മള് പുറത്ത് ഗ്രില്ലടിക്കാനും ടെന്റ് അടിക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തണുപ്പ് ഏറ്റ സ്ഥിതിക്ക് ഇനി ഒരു തണുപ്പ് ഏക്കാനുള്ള ആരോഗ്യം ഞങ്ങളുടെ ആരുടെ ബോഡിക്കും ഇല്ല. അപ്പൊ നമ്മൾ താണ്ടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ട്രിപ്പ് എല്ലാം അവസാനിച്ച് നമ്മൾ വീട്ടിൽ വന്നു. അപ്പൊ ഈ ഒരു എൻജോയ്മെന്റ് അവസാനിച്ചിട്ടില്ല, അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്പെഷ്യലിസ്റ്റ് അരിയല്. ഇത് നമ്മുടെ ചെറിയൊരു കോക്ടെയിൽ മിക്സ് ആണ്. പിന്നെ വാട്ടർമെലൺ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അധികം ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. നമ്മളിപ്പോ സമയപരിമിതി കാരണം ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. മിക്സ്ചർ ഉണ്ട്, പിന്നെ ചിക്കന് വറക്കാൻ വേണ്ടി ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് ട്രെയിന് ഇതുപോലത്തെ ഷർട്ടിന്റെ ചിക്കൻ നിൽക്കണ്ടായിരുന്നു. എന്താണ് ക്യാമറയില് ഫേസ് കാണിക്കാൻ മടിയുണ്ടെന്ന് പറഞ്ഞ ആള് ഇപ്പൊ ആക്ക് മടിയില്ല കേട്ടാ. എന്റെ വീഡിയോയില് വന്നത് കണ്ടാ, ഇതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അഖിലേയും അനിത്തും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി പോയത്. അപ്പൊ അവര് ഇപ്പൊ വരും. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി വീട്ടിൽ പോകും. നാളെ തൊട്ട് എല്ലാവരും വർക്ക്. അപ്പൊ നമ്മൾ ഇതാണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം ഈ ഒരു ചിയേഴ്സിനോട് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ചിയേഴ്സ് അടിക്കല്ലേ? അവിടെ ഒരാൾ കഴിച്ചു തുടങ്ങി. ദുഷ്ട. ഞമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ യാത്ര? സൂപ്പർ ആയിരുന്നോ? എൻജോയ് ചെയ്താ? നമ്മള് വെള്ളത്തിലിറങ്ങിയാ? തണുത്തു പോയോ? ഒച്ചോടാ, ഇനി വെള്ളത്തിലിറങ്ങാൻ പോവോ? കൊച്ചു പറയട്ടെ ചൂടുവെള്ളം. തണുത്ത വെള്ളം ഇഷ്ടല്ല അല്ലേ കുഞ്ഞിന്? അവിടെ നമ്മൾ ഇന്നാള് പോയില്ലേ ലെഷർ പൂളില്, അതാ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ബൈ പറ. ആണോ? ഹായ് ഫ്രണ്ട്സ് എന്നൊന്ന് പറഞ്ഞേ. ബൈ പറ. സീ യു ലേറ്റർ പറ.